ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചെമ്മീൻ ബിരിയാണിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ? എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക്, ഷെയർ, സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്തേക്കണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാനായിട്ട് നമ്മൾ 1 കപ്പ് ആലുബാബയുടെ അരിയാണ് എടുത്തേക്കണത്. ഇതൊരു 1/2 കിലോ വരുന്ന കപ്പാണിത്. അത് മതി, നമുക്ക് 1/2 കിലോ ചെമ്മീനല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 1/2 കിലോ അരി തന്നെയാണ് എടുക്കുന്നത്. അത് തയ്യാറാക്കാനായിട്ട് ഇത് 1 മണിക്കൂർ കുതിർത്തി വെക്കണം. അപ്പം നമുക്കതൊന്ന് കഴുകി വെള്ളത്തിലിട്ട് വെക്കാം. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് കഴുകി നമുക്കൊന്ന് 1 മണിക്കൂർ ഒന്ന് കുതിർത്താൻ വെക്കാം. ഇതിൻ്റെ ഇരട്ടി വെള്ളത്തിൽ വേണം നമുക്ക് കുതിർത്താൻ വെക്കാൻ കേട്ടോ. 3-4 പ്രാവശ്യം കഴുകി നമ്മളതൊന്ന് കുതിർത്താൻ മാറ്റി വെക്കാം. നമ്മൾ തലയോടുകൂടി തന്നെ വെച്ച് കിള്ളിയേക്കണേണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു സാധനമുണ്ട്, അത് നമ്മൾ വലിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടുത്തെ നാരും ഞാൻ വലിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതിനൊന്ന് പതുക്കെ കീറിയിട്ട് നാരും എല്ലാം അങ്ങനെ അതേപോലെ തന്നെ വൃത്തിയാക്കി വെച്ചേക്കണേണ് കേട്ടോ. ഉള്ളിത്തതും കളഞ്ഞിട്ട് നമ്മൾ തലയോടുകൂടി തന്നെ ചെയ്തേക്കണേണ്. ഒരു അരമണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെക്കണേണ്. ഞാൻ കുറച്ച് ഉപ്പിടണേണ് ഇതിനകത്തേക്ക്. ഇന്നൊരു കുറച്ച് മുളക് പൊടി ഇടണേണ്. വളരെ കുറച്ച് മതി ഇട്ട മുളക് പൊടിയൊക്കെ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണേണ്. ഇതൊന്ന് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ തേച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തലയോടുകൂടി വെച്ചൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ. തലേന്ന് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അതിൻ്റെ. അപ്പോൾ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തത് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് സവാള ഒന്ന് പൊരിച്ച് കോരിയെടുക്കണം. നമ്മൾ അതിൻ്റെ ഗാർണിഷ് ചെയ്യാനുള്ള സവാള. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 സ്പൂൺ മിൽമ നെയ്യും കൂടി ചേർക്കണേണ്. രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ആ സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോഴേ നമ്മൾ ആ സവാളക്കൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. നെയ്യും കൂടി ആകുമ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഞാൻ നല്ലപോലെ സ്ലൈസ് ആക്കിയെടുത്തൊരു മീഡിയം സവാളയാണ്. അത് നമുക്ക് ഇതിനകത്തൊന്ന് പൊരിച്ച് കോരിയെടുക്കാം. ഒരു ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത്. ഒരു 1/2 കിലോ അരിയുടെ ചോറല്ലേ വെക്കുന്നത്. അപ്പോൾ അത്രയും തന്നെ നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഞാൻ സാധനങ്ങളൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വറുത്തെടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് അപ്പുറത്തെ വേറൊരു അടുപ്പ് കത്തിച്ച് അതിലേക്ക് നമുക്ക് ചോറ് ഒന്ന് പുഴുങ്ങിയെടുക്കണമല്ലോ. പുഴുങ്ങി ഊറ്റിയിട്ടാണ് ഞാനൊന്ന് ബിരിയാണി തയ്യാറാക്കുന്നത്. നമുക്ക് എപ്പോഴും ഞാൻ കുക്കറിലിട്ടിട്ട് സ്റ്റീം വരുത്തിയിട്ടാണ് ദമ്മിടുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പുഴുങ്ങി ഊറ്റിയ ചോറിലാണ് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 4 കപ്പ്, നമ്മൾ അരി അളന്ന കപ്പിന് 4 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് പാകത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പുഴുങ്ങി ഊറ്റാനുള്ളതുകൊണ്ട് നമുക്ക് ഉപ്പ് കുറച്ചധികം വേണ്ടി വരും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളതങ്ങോട്ട് വറ്റിപ്പോണല്ലോ, നമ്മൾ ഊറ്റിക്കളയണല്ലേ. അപ്പോൾ കുറച്ചധികം ഉപ്പ് വേണം. പാകത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മളത്. അതിലേക്ക് നമ്മൾ ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കണേണ്. അതിലേക്ക് ഒരു 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കണേണ്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കണേണ്, ഒരു 3-4 എണ്ണം. പിന്നെ അതിലേക്ക് നമ്മളൊരു 3 ഗ്രാമ്പുമാണ് എടുത്ത് വെച്ചേക്കുന്നത്, അതിട്ട് കൊടുക്കണേണ്. പിന്നെ അതിലേക്ക് ഞാനൊരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണേണ് കേട്ടോ. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. നമ്മുടെ സവാള ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് വേഗം കോരിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് കിസ്മിസും കൂടി കൂട്ടിയിട്ടിട്ട് നമുക്ക് ഒന്നിച്ചത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്നായിട്ടുണ്ട്. നമുക്കതൊന്ന് കോരിയെടുക്കാം. ഇനി ആ എണ്ണയിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണ ചെമ്മീൻ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഒരു ചെറിയതായിട്ട് നമുക്കിതൊന്ന് ഇതിനകത്ത് ഈ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആവണ്ട, നമുക്കൊരു മീഡിയം ഇതിൽ ഫ്രൈ ചെയ്തൊന്നെടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് അരിയിട്ട് കൊടുക്കാം. തീയൊന്ന് നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കിത് നമ്മൾ ഇട്ടേക്കുന്ന ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം നമുക്കൊന്ന് തിളക്കാൻ വിടാം. നമുക്കൊന്ന് ചെറുതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം.
ഈ എണ്ണയിലേക്ക് നമ്മൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ള 2 സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് നേരിയതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സവാളയിലേക്ക് നമുക്ക് ഒരു 6 പച്ചമുളക് ഞാൻ അടിച്ച് വെച്ചേക്കണേണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വലിയ പച്ചമുളക് തന്നെയാണ് കേട്ടോ, ഒരു 6 എണ്ണം എടുത്തേക്കണം. ഇതൊന്ന് ചതച്ച് ഞാൻ ഇട്ട് കൊടുക്കണേണ്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചതാണ്, അതിട്ട് കൊടുക്കുക. ഫ്ലെയിമൊന്ന് അത്യാവശ്യം കൂട്ടി തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അത് ഇതിനകത്തേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെമ്മീനിലും ഉപ്പിട്ടിട്ടുണ്ട്, നമ്മൾ ചോറിലും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കിയിട്ട് പാകത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. സവാളയൊക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് ഞാനൊരു വലിയ 4 തക്കാളിയാണ് എടുത്തേക്കണത്, അതിനകത്തും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പോരാത്ത കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഇത് നമുക്ക് കുറച്ച് ഓയിലെല്ലാം ഉണ്ടായുള്ളൂ അതിനകത്ത്. അപ്പോൾ മസാല നമ്മൾ അതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിൽ തന്നെ അത് ചെയ്തെടുത്തത്. അപ്പോൾ നല്ലൊരു ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ ഇതിനകത്തേക്ക് പിടിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ അതങ്ങനെ അതിനകത്തേക്ക് തന്നെ കാണിച്ചത്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിക്കേണ്ടിയിരുന്നു, അതിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കണതാണ്. നന്നായിട്ട് വഴന്ന് വരട്ടെ. നമുക്കൊന്ന് അല്പം നേരം അടച്ചു വെക്കാം. ചോറൊന്ന് കോരി നോക്കിയപ്പോൾ അത് വെന്തിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഊറ്റിയെടുക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്, ഒന്ന് ഊറ്റിയെടുക്കാം. മൂടി തുറന്നപ്പോൾ അതേ മസാലയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. മൂടി വെച്ചാൽ അത് എളുപ്പം കുക്കായിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കൂടെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റോളമായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ വഴന്നിട്ടുണ്ട്. നമുക്കിത് ഉപ്പ് നോക്കാം, പോരാത്ത ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മറ്റേ ചെമ്മീനിലും നമ്മൾ ചോറിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരിത്തിനൂടി പോരാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു മസാലയ്ക്ക്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കണതാണ്. ഇത് അത്യാവശ്യം ഒരു വലിയ ചെറുനാരങ്ങ തന്നെയാണ് എടുത്തേക്കണം. ഞാൻ അതിൻ്റെ നീരൊഴിച്ച് കൊടുക്കണതാണ്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കണതാണ്. അതിൻ്റെ കൂടെ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണതാണ്. ഒരു 1/4 ടീസ്പൂൺ മസാല പൊടിച്ചതാണ്, ഗരം മസാല പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കണതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കണ ചെമ്മീനെ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. അത് നമ്മൾ ദമ്മിലിടുമ്പോൾ ഇതാവും. നമ്മളൊരു ഫുൾ വേവിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ അരി വേവിച്ചെടുത്തേക്കുന്നത്. ഫുൾ വേവ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുക്കിംഗ് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ചെറുതായിട്ടും കൂടി ഒരു ചെറിയ പൊട്ടലും കൂടി. അപ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തേക്ക് ദമ്മിടുമ്പോൾ കറക്റ്റ് അളവിൽ വെന്തിരിക്കും. അപ്പോൾ നമ്മൾ ഇതിലധികം വെള്ളം വേണ്ട നമുക്ക്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില, പുതിനയില, കുറച്ച് മല്ലിയില, കുറച്ച് നമ്മൾ വറുത്ത് വെച്ചേക്കണം ആ സവാളയും കൂടി നമ്മൾ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കണേ കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു സവാള ഞാൻ എടുത്തിട്ടുള്ളൂ, അതിൽ നിന്ന് കുറച്ച് മാത്രം നമുക്കൊന്നിങ്ങനെ ഗാർണിഷ് ചെയ്താൽ മതിയല്ലോ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഊറ്റി വെച്ചേക്കണ ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. ദം ചെയ്യണേ കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് അമർത്തിയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ മെല്ലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ സവാള ഇതാക്കിയതൊന്ന് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി അരിഞ്ഞു വെച്ചത് അതൊന്ന് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മളൊരിത്തിരി ഞാൻ കുറച്ച് പാലെടുത്തിട്ട് അതിനകത്തേക്ക് ഇത്തിരി റോസ് വാട്ടറും ഒരു 2 തുള്ളി റോസ് വാട്ടറും ഒരു 2 തുള്ളി പൈനാപ്പിൾ എസൻസും കുറച്ച് യെല്ലോ കളറും കൂടി ഇട്ടതാണത്. നമ്മളൊന്ന് ഇതിനകത്തേക്കൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുക്കണുള്ളൂ കേട്ടോ.
ഒരു ചെറിയൊരു കളറും ഒരു ചെറിയ ചുവയും കിട്ടിയാൽ മതി. ഒരുപാട് ചുവയൊന്നും ആവണ്ട. അപ്പോൾ നമ്മളെല്ലാം രണ്ട് തുള്ളി വെച്ചിട്ട് എടുത്തേക്കണം കേട്ടോ. ബാക്കിയുള്ള ചോറും കൂടി നമുക്ക് അതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള സവാളയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത്, എനിക്ക് മല്ലിയിലയുടെ ഇച്ചിരി അധികം വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾ ചേർക്കുമ്പോൾ നിങ്ങൾ കുറച്ചിട്ടാൽ മതി കേട്ടോ. കുറച്ച് ബാക്കി കളറും കൂടി അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു ടീസ്പൂൺ പാലാണ് ഞാൻ എടുത്തേക്കണത്. അത്രയും നമുക്ക് മതി. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് 2 തുള്ളി വെച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടത്. ഇത് നമ്മൾ പുഴുങ്ങി ഊറ്റിയത് കൊണ്ട് അത്യാവശ്യം അതിനകത്തേക്ക് അധികം ഓയിലൊന്നും വന്നിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യണത്, നമ്മൾ അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഇങ്ങനെ മെല്ലെ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണതാണ് കേട്ടോ. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും വരുന്ന വിധത്തിൽ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തേക്കണേണ്. അതിങ്ങനെ ഒഴിച്ചു കൊടുക്കണേണ്. എന്നാലേ അതിനകത്ത് ഒരു എണ്ണമയം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ പുഴുങ്ങി ഊറ്റിയത് കൊണ്ട് അതേ സമയത്ത് നമ്മൾ നെയ്ച്ചോറ് ദമ്മിടണമെങ്കിൽ നമുക്ക് അങ്ങനെ വരില്ല. ഇതിപ്പോൾ നമ്മൾ പുഴുങ്ങി ഊറ്റിയതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു എണ്ണ വരാത്ത പോലെ തോന്നും. അതിനകത്തേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മിൽമ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതിനകത്തേക്ക് എല്ലാ ഭാഗത്തേക്കും വരുന്ന വിധത്തിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. നെയ്യ് ഒഴിച്ച് അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ഇച്ചിരി ആ മസാല, നമ്മുടെ ഗരം മസാല പൊടിച്ചത് ഒന്നിങ്ങനെ തൂവി കൊടുക്കാം നമുക്ക്. അതൊരുപാട് നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കണ പോലെ ഒന്നും നമുക്ക് വേണ്ട മസാല. ഇതൊന്ന് നമുക്കൊരു 10 മിനിറ്റ് നല്ലപോലെ അടച്ച് വെച്ച് അതിൻ്റെ അടിയിലേക്ക് നമ്മളൊരു ദോശത്തവ വെക്കണേണ്. അതിൻ്റെ മേലേക്ക് നമ്മളിതൊന്ന് വെച്ച് കൊടുത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് ചൂട് കയറ്റിയെടുക്കാം. ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതാ എല്ലാ ആവിയൊക്കെ കയറിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ തന്നെ നല്ലൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സപ്പോർട്ടും കൂടെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. താങ്ക്